ഹായ്. വീടൊക്കെ വാങ്ങി നമ്മൾ താമസിച്ചെങ്കിലും നമ്മളെ വീട്ടിലേക്ക് ആരും ഇതുവരെ വന്നിട്ടില്ല എന്നല്ല, നമ്മൾ ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കാം. എല്ലാവരെയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് നല്ല മലയാളി ഫ്രണ്ട്സ് ഉണ്ട്. സോ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിന് പോവുകയാണ് ഇവിടെ അടുത്തൊരു കടയിലേക്ക്. നമ്മളെ നാട്ടിലെ ലുലു മോൾ പോലെ ഞങ്ങളുടെ ഇവിടുത്തെ ബിൽക്ക എന്നാണ് കടൻ്റെ പേര്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മളിവിടെ ബിൽക്കാൻ്റെ അടുത്തെത്തി. ഇനിയിപ്പോൾ ബിൽക്കാൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ബിൽക്കാൻ്റെ ബോർഡ് കാണുന്നില്ലേ, ഇതാ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് പോയിട്ട് പാർക്കിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള തപ്പലിലാണ് കേട്ടോ. ഇപ്പുറത്ത് ഇതാ ആ കാണുന്നത് ഒരു ഷോപ്പിംഗ് മാളാണ്, വേവ്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടെ വണ്ടി നിർത്തി നമ്മൾ ഉള്ളിലേക്ക് കയറാം, ബിൽക്കാൻ്റെ ഉള്ളിലേക്ക് കയറാണ്. അങ്ങനെ ബിൽക്കാൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയാൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളെ ശ്രദ്ധയിൽ ഒരു ഇന്ത്യൻ കട കണ്ടെത്തി. ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ ഇന്ത്യൻ കട ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നമ്മളിപ്പോൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഇത് കണ്ടത്. സോ നമുക്ക് ഇനി സാധനമൊക്കെ വാങ്ങാൻ ഇവിടെ വരാമല്ലോ. ആ തേങ്ങയൊക്കെ ഇരിക്കുന്ന അടിയിൽ. പിന്നെ അവിടെ നിന്ന് നേരെ ബിൽക്കൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇത് കുറച്ച് വലിയൊരു ബിൽക്കാണ് കേട്ടോ. കാരണം ഇത് ചെന്നപ്പോൾ തന്നെ ഈ അറ്റം മുതൽ അങ്ങ് അറ്റം വരെ തന്നെ ഇതിൻ്റെ കൗണ്ടറുകളുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായി ഇത് കുറേ ഒരു സ്ഥലമുണ്ടെന്ന്. ഞാൻ വിചാരിച്ചു എങ്ങനെ പഠിച്ചോനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ കണ്ടുപിടിക്കാമെന്ന്. എന്തായാലും ഒരു ഈവനിങ് വാക്ക് ആകാമെന്ന് കരുതി ഒരറ്റത്ത് നിന്ന് അങ്ങനെ നടന്നു തുടങ്ങി. എന്തായാലും നടന്ന് ആദ്യം തന്നെ അതാ അവിടെ നമ്മളെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, തീറ്റക്കുള്ള സ്ഥലം. അപ്പം ഞങ്ങൾ ഈ സ്ഥലം കണ്ടു വെച്ചു. എന്തായാലും ഇതൊക്കെ കറങ്ങി വരുമ്പോഴേക്കിന് നമ്മൾ കുറച്ചൊന്ന് എനർജിയൊക്കെ പോകും. അപ്പോൾ അന്നേരം വന്ന് കഴിക്കാമെന്ന് കരുതിയിട്ട് വീണ്ടും യാത്ര തുടർന്നു. കുറേ ബ്രെഡിൻ്റെ ഐറ്റംസ് ഇരിക്കുന്നുണ്ട് പലതരം. നമുക്ക് ബ്രെഡ് വാങ്ങാമെന്ന് കരുതി. എന്തൊക്കെ തരം ബ്രെഡാണെന്നോ, നീണ്ട ബ്രെഡ്, ഉണ്ട ബ്രെഡ്, വെള്ള ബ്രെഡ്, മഞ്ഞ ബ്രെഡ്, കോലൻ ബ്രെഡ് വരെ ഉണ്ട്. എന്തായാലും നമ്മളൊരു ബ്രെഡ് വാങ്ങി. ഇവർക്ക് പലതരം ബ്രെഡുകളുണ്ട്. ഇവർ രാവിലെ മുതൽ എണീറ്റ് ബ്രെഡ് എന്നല്ലാണ് ഇവരെ പണി. ബ്രെഡിൽ പല പച്ചക്കറി വെക്കുന്നു, മീൻ വെക്കുന്നു, ചിക്കൻ വെക്കുന്നു. വൈക്കിംഗ് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇവിടെ ഒരെണ്ണം കണ്ടു. നമ്മളൊരു വലിയൊരു ബ്രെഡ് എടുത്തു. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം, ഉച്ചക്ക് ലഞ്ചിന് കഴിക്കാം, എല്ലാം കഴിക്കാം. ഡാനിഷിൽ ബ്രോൾ എന്നാണ് ബ്രെഡിന് പറയാം. ഇനി നമ്മൾ പോണ ഫിഷ് ആൻഡ് മീറ്റിൻ്റെ ഏരിയയിലേക്കാണ്. കുറേ ഫിഷ് ടൈപ്സും മീറ്റ്സും വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ തന്നെ കുറേ ടൈപ്പ് ഫുഡ് ഐറ്റംസും ഉണ്ട്. ഫിഷും മീറ്റും വെച്ചിട്ടുള്ള പലതരത്തിലുള്ള സാലഡ് ഐറ്റംസാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പലതരം ഫുഡും ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ട്യൂണ ഫിഷ് വാങ്ങി. നമുക്കിവിടെ കറി വെക്കാൻ വലിയ ടൈപ്പ് മീനുകളൊന്നും നാട്ടിലെ പോലെ കിട്ടാറില്ല. അപ്പോൾ ഉള്ളതിൽ നമുക്ക് തിന്നാൻ പറ്റിയ ഐറ്റംസാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളത് കണ്ടപ്പോൾ വാങ്ങിട്ടോ. ചേച്ചി പോയി തൂക്കിയൊക്കെ നോക്കി സാധനം പാക്ക് ചെയ്ത് തന്നു. ഇതെല്ലാം ഫിഷ് വെച്ചുകൊണ്ടുള്ള ഐറ്റംസാണ്.
ഈ വെച്ചിട്ടുള്ളത്. പിന്നെ അതാ മീറ്റും ഉണ്ട്. മീറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച പലതരം മീറ്റും ഉണ്ട് ഇവിടെ. നമുക്ക് നേരെ വാങ്ങിക്കൊണ്ടുപോയി ഗ്രില്ല് ചെയ്യാൻ പറ്റും. ഡാനിഷുകാരെ മെയിൻ ഭക്ഷണങ്ങളിലൊന്നാണ് ഈ കറുപ്പ് നിറമുള്ള സ്മോർ ബ്രോൾ എന്ന് പറയുന്ന ബ്രെഡ്. അത് ഓപ്പൺ സാൻഡ്വിച്ച് ആക്കിയിട്ട് കഴിക്കാറാണ് ഇവർ പതിവ്. അതുപോലെ തന്നെ ഇത് ഫ്രിക്കഡെല്ലർ, അത് മീറ്റ് വെച്ചും ഫിഷ് വെച്ചും ഉണ്ടാക്കും. ഇതും ഡെൻമാർക്കിലൊരു മെയിൻ ഭക്ഷണമാണ്. ഡെൻമാർക്കിലെ ആളുകൾ ഒരുപാട് ഡയറി പ്രോഡക്റ്റ്സ് ഉപയോഗിക്കും. ചീസിൻ്റെ പല വെറൈറ്റീസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി പലതരം തൈര് അഥവാ യോഗേർട്ടിൻ്റെ കളക്ഷനാണ് കാണുന്നത്. നമ്മളെ നാട്ടിൽ സാധാരണ ചോറിലും കറിയിലും ഒഴിക്കാനൊക്കെ അല്ലേ നമ്മൾ തൈര് യൂസ് ചെയ്യുക. പക്ഷെ ഇവർ ഇവിടെ മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ ഉപയോഗിക്കും. പലതരം യോഗേർട്ടുകളുണ്ട്. നമ്മൾ പ്ലെയിൻ യോഗേർട്ടാണല്ലോ സാധാരണ ഉപയോഗിക്കാറ്. ഇവിടെ പല വെറൈറ്റീസ് ഓഫ് യോഗേർട്ട് കാണാം. പിന്നെ അതിൽ തന്നെ ഫ്രൂട്ട്സ് മിക്സ് ഉണ്ടാവും, പലതരം ഫ്ലേവേഴ്സ് ഉണ്ടാവും. പുളി കൂടിയതുണ്ടാവും, പുളി കുറഞ്ഞതുണ്ടാകും, വാനില, സ്ട്രോബെറി, ഫ്രൂട്ട് മിക്സ് ആൻഡ് ബ്ലൂബെറി, അങ്ങനെ പല പല വെറൈറ്റീസ്. എന്തായാലും ഒരു ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഒരു ഐറ്റം ഇപ്പോൾ എടുക്കുന്നുണ്ട്. വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചേക്കുക ഷെൽഫിൽ. വേൾഡ് ഫേമസ് ആയിട്ടുള്ള കാൾസ്ബർഗ്, ടുബോർഗ്, ഈ 2 ബിയറും ഈ ഡെൻമാർക്കിൻ്റെ ആണ് കേട്ടോ. ടുബോർഗ് കമ്പനിയെ ഇപ്പോൾ ഓൺ ചെയ്യുന്നത് കാൾസ്ബർഗ് ഗ്രൂപ്പാണ്. ഇവിടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. മേക്കപ്പ് സെക്ഷനിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പരിചയമുള്ള ഒരാളെ കണ്ടുതാ. നെയിൽ ആർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഫേക്ക് നെയിൽസ് മുതൽ അതിൻ്റെ UV ലൈറ്റ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ.
സമ്മർ ആയതുകൊണ്ട് ഒരു പെയർ ചെരുപ്പ് എടുക്കാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അകുലിങ്ങനെ ചെരുപ്പൊക്കെ എടുത്തു തന്നു. നാട്ടിൽ ഞാൻ ചെരുപ്പ് എടുക്കുന്നത് ചന്ദ്രിക, കിനാവ് എന്ന 2 ഷോപ്പുകളിൽ നിന്നാണ്. അതെനിക്ക് ഓർമ്മ വന്നു ഇവിടെ വന്നപ്പോൾ. ഈ ചെരുപ്പ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിൻ്റെ സൈസ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വേറെ ചെരുപ്പാണ് എടുത്തത്. ഇത് ഒരുപാട് വലിയ ഏരിയ ഉണ്ട് കേട്ടോ. ഇത് ബിൽക്കൻ്റെ ഒരു മൂലയിലേ ഇപ്പോൾ ഞങ്ങൾ നടന്നിട്ടുള്ളൂ. അപ്പോഴേക്കന്നെ നമ്മൾ ക്ഷീണിച്ചു. അവസാനം നമ്മൾ മതിയാക്കിയിട്ട് പിന്നെ നേരെ നമ്മൾ ആദ്യം കണ്ടച്ച സ്ഥലത്തേക്ക് വന്നു. എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. ആക്ച്വലി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കുറേ നേരമായിരുന്നു കേട്ടോ. വിശന്ന് പണ്ടാരടങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വിശന്ന് ഞാനൊരു സ്ഥലത്ത് അവിടെ ഇരുന്നു. അകുല് ഫുഡ് ഓർഡർ ചെയ്യാൻ പോയി. അതും കാത്തിരുന്ന് ക്ഷമ കെട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. വയറ്റിൻ്റെ ഉള്ളിൽ പുകയാണെങ്കിലും സെൽഫി എടുക്കാൻ മറന്നില്ല. ഇത് നമ്മൾ ഇവിടുന്ന് വാങ്ങിയ കാക്ടസ് ആണ്. ഒരു ചട്ടി തന്നെ 10,000 കാക്ടസ് ഉണ്ടായിട്ടുണ്ട് ഇന്ന് തൈ പൊട്ടിയിട്ട്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം വിട്ട് നമ്മളെ നമ്പർ വിളിച്ചപ്പോൾ അകുല് ഫുഡ് എടുക്കാൻ പോയി. ഫുഡെത്തി ഇനി ഒന്നും നോക്കണ്ട, അറ്റാക്ക്. ഇത് സാൽമൺ ഫിഷാണ്. അകുല് ബീഫാണ് വാങ്ങിയത്. എൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അകുലിൻ്റെ ടേസ്റ്റ് ഇല്ല എന്നാണ് അകുല് പറഞ്ഞത്. വിശപ്പ് മാറിയോ? വിശപ്പൊക്കെ മാറി. എങ്ങനെയുണ്ട് ഫുഡ്? വലിയ മെച്ചൊന്നുമില്ല. ഓക്കെ പക്ഷെ എൻ്റെ നല്ലായിരുന്നു. മീൻ ബീഫ് രസമല്ല. പക്ഷെ എൻ്റെ കഴിച്ചു നോക്കില്ലേ? പോവാം. വരാറില്ലേ? പ്രേമൊക്കെ വിട്ടൂടെ?
അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നടക്കുമ്പോൾ ഈ സെക്ഷൻ കണ്ടു. നമ്മൾ നേരെ അങ്ങോട്ട് കയറി. ഇത് ക്യാൻഡി സെക്ഷനാണ്. അവിടെ ഒരു വലിയൊരു ക്യാൻഡി ട്രീ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള മിഠായികളും ഉണ്ട് അവിടെ. ഇവിടെ എല്ലാവരും കഴിക്കും കേട്ടോ മിഠായി. വലിയവരും ചെറിയവരും ഒക്കെ കഴിക്കും. എല്ലാവരും ഇങ്ങനെ പാക്കാക്കി കൊണ്ടുപോകും. എന്തെല്ലാം തരം വെറൈറ്റികളാണ്. നമ്മളെ കുട്ടികളൊക്കെ ഇവിടെ കൊണ്ടുവന്നാൽ ആകെ പരക്കം പായും. ഭയങ്കര കളർഫുള്ളാണ്. പലതരത്തിലുള്ള മിഠായികളുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ വാങ്ങിയ ചെരുപ്പ്. അവസാനം നമ്മൾ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്യായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴേക്ക് തന്നെ രാത്രിയായിട്ടോ. ഇവിടെ സമ്മറാകുമ്പം ഒരുപാട് നേരം സൂര്യൻ കാണും. ഒരു രാത്രി 10-11 മണി വരെ കാണും. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. നമ്മൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്യാണ്. നമ്മളിതാ വീണ്ടും കാഴ്സലൂണ്ടിൽ എത്തിയിട്ടുണ്ട്. ഈ വഴിയൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് നമ്മൾ കാഴ്സലൂണ്ട് ആ ഏരിയയാണ്. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഫൂലപ്പാർക്ക് എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ വീട്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടില്ലേ, കുറേ കിളികളുള്ളത് കൊണ്ടാണ് ഇവിടെ ഫൂലപ്പാർക്ക് എന്നുള്ള പേര് വന്നതെന്ന്. ഇത് ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇതാ നമ്മളെ ഫൂലപ്പാർക്കിൻ്റെ ബോർഡ് കാണുന്നുണ്ട് റൈറ്റ് സൈഡിലേക്ക്. ഇവിടുന്ന് ഇങ്ങനെ ടേൺ ചെയ്യും. യെസ്, ഇങ്ങനെ ടേൺ ചെയ്ത് ഇവിടെ 2 സൈഡിലും കുറേ മരങ്ങളുണ്ട്. അപ്പോൾ അവിടെ കൂടെ വന്ന് വീണ്ടും ഒരു റൈറ്റ് എടുത്താൽ നമ്മുടെ ഏരിയ എത്തി. ഇതാ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ വീടെത്താറായിട്ടുണ്ട്. നമ്മളെ നൈബേഴ്സായിട്ടുള്ള ഈ ലെഫ്റ്റിൽ കാണുന്നത് നമ്മളെ പെർണീല ചേച്ചീൻ്റെ വീടും, ആ ഫ്രണ്ടിൽ 2 കാറ് കിടക്കുന്ന അത് നമ്മളെ അമ്മൂമ്മൻ്റെ വീടാണ്. അവിടെ ഒരു ഡാനിഷ് അമ്മൂമ്മ ഉണ്ട്. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. Thanks for watching our video. See you.